നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയിലെ GVHSS സ്കൂളിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷാ ഹാളിൽ PSC പരീക്ഷാ ഹാളിൽ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. സമയം നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. വാച്ച് പോലെയുള്ള സമയത്തെ അറിയിക്കുന്ന ഒരു ഉപകരണങ്ങളും പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സുജേഷ് സാർ, നമ്മുടെ എൻട്രിയിലെ അക്കാഡമിക് ഇന്നോവേഷൻ ഹെഡായിട്ടുള്ള സുജേഷ് സാർ ഒരു ആശയം എൻട്രിയോടൊപ്പം പങ്കുവച്ചു. PSC പരീക്ഷ നടക്കുന്ന കേരളത്തിലെ ഉടനീളമുള്ള സ്കൂളുകളിലെ ക്ലാസ് മുറികളിൽ എൻട്രിയുടെ നേതൃത്വത്തിൽ ക്ലോക്ക് സ്ഥാപിക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സുജേഷ് സാറിന് നമ്മോടൊപ്പം പറയും. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പം കടമക്കുടിയിലെ GVHSS സ്കൂളിൽ വെച്ച് നമ്മൾ കണ്ടത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. കാരണം അവർ നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പരീക്ഷാ ഹാളിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കും അത് പേഴ്സണലി ബോധ്യമായിട്ടുള്ളതാണ്. അടുത്തിടെ ഈ KS മെയിൻസ് എക്സാം എഴുതിയ സമയത്ത് എനിക്കും സ്വന്തമായിട്ട് പേഴ്സണലായിട്ടും ആ കാര്യം ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയം അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയ ഞങ്ങൾ അങ്ങനെയാണ്. പെൻട്രിയുടെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞപ്പോൾ അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതിനി രണ്ട് രീതിയിൽ ഞങ്ങൾ ഇതിൽ മുന്നോട്ടേക്ക് പോകും. അതായത് PSC എക്സാം ഹാളിൽ ക്ലോക്ക് സ്ഥാപിക്കാൻ വേണ്ട എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. സമാന്തരമായിട്ട് ഈ രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഓരോ ജില്ലകളിലെയും സ്കൂളുകളിലും നമ്മൾ ഈ രീതിയിൽ നടത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വരും കാലങ്ങളിൽ ഉടൻ തന്നെ ഈ ഒരു സംവിധാനം എല്ലാ സ്കൂളുകളിലും എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് സമയത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുടെയൊക്കെ എണ്ണം വളരെ കൂടിയ ഒരു കാലഘട്ടത്തിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു വിഷമം ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിന് നിങ്ങളുടെ കൂടെ എല്ലാ വിധത്തിലും ഞങ്ങളുണ്ടാവും. കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ്, ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ് എൻട്രി ആപ്പിൻ്റേത്. നമ്മൾക്ക് എന്തിനും സമയം ചെയ്യാത്തൊരു അവസരത്തിൽ കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് PSC ടെസ്റ്റുകൾ. അതിന് മതിയായ സമയം കണക്കാക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാതെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഉദ്ദേശം വളരെ അധികം പ്രയോജനം ചെയ്യും. ഞാൻ കടമക്കുടി സ്കൂളിലെ HM ഷർമിള ടോമിയാണ്. 5.5 വർഷമായി ഞാനിവിടെ വന്നിട്ട്. നാളെ ഇതുവരെയും PSC പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ഇവിടെ പരിഹരിക്കപ്പെട്ടത്. കുട്ടികളോട് ഉദ്യോഗാർത്ഥികളോട് അകത്തേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് 2 വസ്തുക്കളാണ് നമ്മൾ അനുവദിക്കുക. ഒന്ന് ബോൾ പോയിൻ്റ് പേനയും ഓൾ ടിക്കറ്റും. ഇത് രണ്ടുമല്ലാതെ മറ്റെല്ലാം അവരുടെ കയ്യിലുള്ള വാച്ച് പോലും അഴിച്ചു വയ്ക്കുവാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ആ സമയത്ത് അവർക്ക് സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു ക്ലോക്ക് എല്ലാ റൂമുകളിലും ആവശ്യമാണ്. എന്തായാലും എൻട്രി ആപ്പ് ഇത്തരത്തിലൊരു ഉപകാരം ഞങ്ങളുടെ സ്കൂളിൽ ചെയ്തതിന് ഞങ്ങളെല്ലാവരും നന്ദിയുള്ളവരാണ്. പ്രിൻസിപ്പലാണ്. PSC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അങ്ങനൊരു സംവിധാനം അവർക്ക് ലഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരീക്ഷയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വസ്തുതയാണ്. എൻട്രി ആപ്പ് ചെയ്ത് തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരുടെ നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഞാൻ ഈ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഈ PSC എക്സാമുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്താൽ മാത്രമേ ആ പരീക്ഷ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതിലുപരി ഞങ്ങളുടെ സ്കൂളിൽ തിരഞ്ഞെടുക്കുകയും അതിന് ഞങ്ങളുടെ സ്കൂളിൽ 10 ക്ലോക്ക് തരികയും ചെയ്ത, അതിലുപരി ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ് റൂമിൽ സമയം എത്രയാണ് എന്നുള്ള അറിയാൻ കഴിയാത്തൊരവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുണ്ട്. അവർക്കും ഇതുകൊണ്ട് ഉപകാരമാണ്. അപ്പോൾ എൻട്രി മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ആശയത്തിൻ്റെ വലിയ ക്യാമ്പയിൻ ഉദ്ഘാടനമാണ് കുറച്ച് മുമ്പ് നടന്നത്. ഇനി അവിടുത്തെ ഒരു സ്കൂളിലേക്ക്, നോർത്ത് പറവൂരിലെ മറ്റൊരു സ്കൂളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അവിടെയുള്ള വിവിധ ക്ലാസ് മുറികളിൽ കൂടി നമ്മൾ ഇന്ന് തന്നെ എൻട്രിയുടെ നേതൃത്വത്തിൽ ക്ലോക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരംഭിച്ച ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുക്കുക. അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ കഴിഞ്ഞു. നല്ലൊരു ശതമാനം ഞങ്ങളെ കൊണ്ടാവുന്ന നിലയിലെല്ലാം കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതൊരു വലിയ ക്യാമ്പയിനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സുജേഷ് സാർ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സുജേഷ് സാറേ.
അതെ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തിനാണ് ഞങ്ങൾ എൻട്രിയിലൂടെ തുടക്കമിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരിശ്രമം വിജയ സമാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത പരീക്ഷകൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കേരളം മുഴുവൻ എത്തുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് പലവിധ രീതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലോ ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ സ്കൂളായിട്ടുള്ള GVHSS കൈതാര സ്കൂളിലാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ അധികം ജില്ലകളിലേക്കും കുറേ അധികം സ്കൂളുകളിലേക്കും ഒക്കെ ഈ പരിപാടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ടീം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ നിലകളിലും ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. അത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ടല്ലോ സാറേ. അതെ, ഇത് ഒരു എൻട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പ്രോഗ്രാമല്ല, നിങ്ങളുടെ ഉദ്യോഗാർത്ഥി സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ പിന്തുണ എത്രത്തോളം അതിൽ കൂടുതലായിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് നമുക്കിത് വളരെ അടുത്തൊരു ടൈമിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം കേരളം മുഴുവൻ ഇത് സ്ഥാപിച്ചെടുക്കാനുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ ഈ ക്യാമ്പയിനെ കേരളത്തിലെ മൊത്തം അറിയിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിത് ഫലവത്താക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ സമയം ശരിയാവാൻ പോവുകയാണ്. ഈ ഒരു പദ്ധതി നമുക്ക് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം. ഓക്കെ, എൻട്രി പാതി, നിങ്ങൾ പാതി.